ശങ്കരൻ വക്കീലെ, നിങ്ങൾ മിടുക്കനാണ്, കഴിവുള്ള ആളാണ്. നിങ്ങൾ വലിയ സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്. താങ്കൾ കേരളകൗമുദിയിലൊക്കെ ലേഖനം എഴുതാറുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ലേഖനം എഴുതാറുണ്ട്. ധാരാളം ചാനലുകളിൽ ചാനലുകൾക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ താങ്കൾക്ക് വലിയ പങ്കുണ്ട്. താങ്കൾ ഐക്കണായി നിന്ന് വന്നിട്ടുള്ള എല്ലാ ചാനലുകളും യൂട്യൂബ് ചാനലുകളും വലിയ റീച്ചും കാശുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ താങ്കൾ പറയുന്നത് ചില സമയത്ത് യാതൊരു തത്വദീക്ഷയും ഡേറ്റയും ഇല്ലാതെ താങ്കൾ സംസാരിച്ചു കളയും. അത് കേൾക്കുമ്പോൾ സങ്കടമുണ്ട്, പ്രതിഷേധമുണ്ട്. എന്തുകൊണ്ട് താങ്കളുടെ വീഡിയോകളെ കാണുകയും അതിനെയൊക്കെ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ചിലതിനോട് അതിശക്തമായി താങ്കൾ ഈ റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഉഡായിപ്പിന് വേണ്ടിയിട്ടൊക്കെ താങ്കൾ വീഡിയോ ചെയ്യും. അത് ശരിയല്ല വക്കീൽ. ശങ്കരൻ വക്കീൽ അങ്ങനെ ചെയ്യരുത്. വക്കീൽ കുറച്ചുകൂടി ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്നുള്ളതിൽ കുറച്ചുകൂടി ഇൻറ്റഗ്രിറ്റി കാണിക്കണം. ഞാനിത് പറയാൻ കാരണം, വക്കീൽ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തു. തൊഴിലുറപ്പിന് ഇന്ത്യക്കാർക്ക് ആർക്കും അവകാശമില്ല, അത് വിദേശത്തെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് താങ്കൾ ഒരു വീഡിയോ ചെയ്തു. താങ്കൾ ചരിത്രത്തെ വളച്ചൊടിക്കരുത്. എന്താണ് അമേരിക്കയിൽ സംഭവിച്ചത്? 1930 വിവരാവകാശ നിയമം പോലെയോ അത് തന്നെ, അതുകൊണ്ട് സേവനാവകാശ നിയമം പോലെയോ തൊഴിലുറപ്പ് നിയമം പോലെയോ ഒരു നിയമം 1930കളിൽ അമേരിക്കയിൽ ഉണ്ടാക്കിയോ? താങ്കൾ ആ വീഡിയോയിൽ പറയുന്നത് 30കളിൽ അമേരിക്കയിൽ ഗ്രേറ്റ് ഡിപ്രഷൻ മാന്ദ്യം വന്നപ്പോൾ, സ്റ്റോക്ക് മാർക്കറ്റും ഓഹരിക്കമ്പോളവുമെല്ലാം കുത്തനെ ഇടിഞ്ഞപ്പോൾ, രാജ്യത്ത് പട്ടിണിയും ദാരിദ്ര്യം വന്നപ്പോൾ, 1932 പ്രസിഡന്റായിരുന്ന ഹൂവർ പ്രസിഡന്റായിരുന്നപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഫ്രാങ്ക്ലിൻ ഡിവാനോ റൂസ്വെൽറ്റ് ഒരു വാഗ്ദാനം കൊടുക്കുകയും ആ വാഗ്ദാനം എന്ന് പറഞ്ഞത് അധികാരത്തിൽ വന്നാൽ തൊഴിലാളികൾക്ക് ജോലി കൊടുക്കും, അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞ് ജോലി കൊടുത്തുകൊണ്ട് അങ്ങനെ അധികാരത്തിൽ വന്നു. അപ്പോഴാണ് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലായത് രാജ്യത്ത്, ലോകത്താദ്യമായിട്ടെന്ന് അങ്ങ് പറയുന്നതിൽ ഒരുപാട് കുഴപ്പമുണ്ട് മാഷേ, ഒരുപാട് കുഴപ്പമുണ്ട് വക്കീലെ. അങ്ങനെ അല്ല സംഭവിക്കുന്നത്. ആ ഒരു നിയമത്തിലും 1930 അമേരിക്കയിൽ ചെയ്ത പണിയോ 2005 ഇന്ത്യയിലെ തൊഴിലുറപ്പ് നിയമം വരുന്നത് വരെ ലോകത്ത് ഒരു രാജ്യത്തും, അല്ലെങ്കിൽ വക്കീൽ ഇനിയും വീണ്ടും വീഡിയോ ചെയ്യേണ്ടി വരും, ഒരു രാജ്യത്തും 100 ദിവസം തൊഴിൽ കൊടുക്കുന്നത് ഗ്യാരൻറ്റിയാണ്. അങ്ങനെ തൊഴിൽ കൊടുത്തില്ലെങ്കിൽ പലിശ കൊടുക്കണം, പിഴ കൊടുക്കണം, അങ്ങനെയൊക്കെ പറയുന്ന സമഗ്രമായൊരു നിയമം ലോകത്താദ്യമായി വന്നത് ഇന്ത്യയിലാണെന്നാണ് എൻ്റെ പരിമിതമായ അറിവ്. അങ്ങനെയാണെങ്കിൽ അതിനൊരു അത്ഭുതമില്ലേ? ആ അത്ഭുതത്തിന് ഉടമകളായിട്ടുള്ള 2005 അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്ന മൻമോഹൻ സിംഗിനും അതിന് സഹായകമായി നിന്ന ഇടതുപക്ഷത്തെ 60 എംപിമാർക്കും കയ്യടി കൊടുക്കുക തന്നെ വേണം. കൊടുക്കേണ്ടത് കൊടുത്തു തന്നെ പോകണം. നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം അതിന് മുമ്പേ ഇവിടെ വന്നില്ലേ? അത് പക്ഷേ അവകാശമായിട്ടല്ല വന്നത്, അല്ലാതെ വന്നില്ലേ? ജവഹർ റോസ്ഗാർ യോജന പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി വന്നില്ലേ? സ്വതന്ത്ര ഇന്ത്യയിൽ എത്ര പദ്ധതികൾ വന്നു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ? എംപ്ലോയ്മെൻറ്റ് അഷുറൻസ് സ്കീം വന്നില്ലേ? അതെല്ലാം കഴിഞ്ഞ് 1990 രാജസ്ഥാനിൽ MKSS എന്ന പേരിൽ മസ്തൂർ കിസാൻ ശക്തി സംഗതാൻ എന്ന പേരിൽ അരുണ റോയുടെ നേതൃത്വത്തിൽ ഒരു സംവിധാനം വന്നില്ലേ? അതിലും തൊഴിൽ കൊടുപ്പും വിവരാവകാശവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നില്ലേ? ജനസുന്വായി എന്ന് പറഞ്ഞ പബ്ലിക് ഹിയറിംഗ് പ്രോഗ്രാം വന്നതും RTIക്ക് പിൻബലമായി വന്നതും ഈ MKSSൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടല്ലേ? അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ 1977 മഹാരാഷ്ട്ര എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം വന്നത് അങ്ങ് ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. അതുപോലെ തന്നെ പിന്നെ 1950-60 കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും നാഷണൽ എക്സ്റ്റൻഷൻ സർവീസും ഇന്ത്യയിൽ വന്നത് അങ്ങ് ഓർക്കുന്നുണ്ടോ എന്ന് വളരെ കൃത്യമായി അങ്ങ് പറയണം. 1950കൾ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതികൾ എത്രയെത്ര പദ്ധതികൾ! 50 മുതൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം തൊഴിൽ കൊടുക്കുന്ന പരിപാടിയാണ്. നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് തൊഴിൽ കൊടുക്കുന്ന പരിപാടിയാണ്. 60-70കളിൽ സ്മാൾ ഫാർമേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസി ഉണ്ടാക്കി രാജ്യത്ത്. മാർജിനൽ ഫാർമേഴ്സ് ആൻഡ് അഗ്രികൾച്ചറൽ അഫയേഴ്സ് ഏജൻസി ഉണ്ടാക്കി. അങ്ങനെ എത്രയെത്ര ഡ്രോട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാം, ഇതെല്ലാം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന പരിപാടി തന്നെയാണ്. ഫുഡ് ഫോർ വർക്ക്, ജോലിക്ക് ഭക്ഷണം, ജോലി ചെയ്താൽ കൂലിക്ക് പകരം ഭക്ഷണം കൊടുക്കുന്ന പരിപാടി നടപ്പിലാക്കി. മഹാരാഷ്ട്ര എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് വന്നു. എത്രയെത്ര പരിപാടികൾ! 80കളായപ്പോൾ നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം വന്നു. അത് തൊഴിലുറപ്പല്ല, അതിന് മുമ്പുള്ള പദ്ധതിയാണ്. റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം വന്നു. ജവഹർ റോസ്ഗാർ യോജന വന്നു. 90കളായപ്പോൾ എംപ്ലോയ്മെൻറ്റ് അഷുറൻസ് സ്കീം വന്നു. എത്ര സ്കീമുകൾ ഈ രാജ്യത്ത് വന്നു! ആന്ധ്രയിൽക്ക് വേണ്ടി പ്രത്യേക സ്കീം വന്നു, തമിഴ്നാടിന് വേണ്ടി പ്രത്യേക സ്കീം വന്നു, മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി പ്രത്യേക സ്കീം വന്നു. 90കളിൽ
സ്വർണ്ണ ജയന്തി ഗ്രാമ യോസ്കാർ യോജന എന്ന് പറഞ്ഞ പദ്ധതി വന്നു. അതുപോലെ തന്നെ 2000-ന് ശേഷം സമ്പൂർണ്ണ ഗ്രാമീണ റോസ്കാർ യോജന വന്നു. എത്ര വക്കീലെ എത്ര പദ്ധതിയാണ് വന്നത്. പിന്നെയാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് വരുന്നതും ആ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ വരുന്നതും. ഇതെല്ലാം 47 മുതൽ ഇന്ത്യയിൽ കണക്കെടുത്തു കഴിഞ്ഞാൽ തുടർച്ചയായി 4-5 ഓരോ പഞ്ചവത്സര പദ്ധതികളിലും അല്ലാതെയും 100 കണക്കിന് തൊഴിൽ ദാന പദ്ധതികൾ വന്നു. ആ തൊഴിൽ ദാന പദ്ധതികൾക്കൊന്നും താങ്കൾ കയ്യടി കൊടുക്കണ്ട. പക്ഷേ അതിനുശേഷം ലോകത്തിലാദ്യമായി ഒരു രാജ്യത്ത് ഭരണഘടന പറയുന്ന അന്തസ്സായി ജീവിക്കാനുള്ള, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 അനുസരിച്ച് അന്തസ്സായി ജീവിക്കാനുള്ള ഒരു കടമയെടുത്തുകൊണ്ട് സ്ത്രീജനങ്ങൾക്ക്, ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീജനങ്ങൾക്ക്, കോടിക്കണക്കിന് വരുന്ന സ്ത്രീജനങ്ങൾക്ക് പ്രായഭേദമന്യേ 18 വയസ്സ് കഴിഞ്ഞാൽ പ്രായഭേദമന്യേ 100 ദിവസം ജോലി കൊടുക്കുന്നത് ഒരു ഭരണകൂടത്തിൻ്റെ, ഒരു ഗവൺമെൻറ്റിൻ്റെ, ഒരു പഞ്ചായത്ത് രാജ് സ്ഥാപനത്തിൻ്റെ അവകാശമാണെന്നും അത് ജനങ്ങളുടെ അവകാശമാണെന്നും ഈ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വമാണെന്നുമുള്ള വളരെ മനോഹരമായൊരു നിയമമുണ്ടാക്കിയ രാജ്യത്തെ നോക്കി അങ്ങ് പല്ലിളിച്ച് കാണിക്കരുത്. അത് സോറി ടു സേ, ഈ കോടിക്കണക്കിന് വരുന്ന തൊഴിലുറപ്പുകാരെ, കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളെയും ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലുറപ്പിൻ്റെ ജീവനക്കാരെയും സാക്ഷി നിർത്തി പറയുകയാണ്, അങ്ങ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ശുദ്ധമായ അസംബന്ധമാണ്. കാരണം ഒരു തൊഴിൽ കൊടുക്കുന്നതും തൊഴിൽ അവകാശമാക്കി കൊടുക്കുന്നതും കേവലം തൊഴിൽ കൊടുത്തു പോകുന്നതും തൊഴിൽ കൊടുക്കുന്ന അവകാശത്തെ ഒരു ഉത്തരവാദിത്വമായി ഭരണകൂടം ഏറ്റെടുക്കുന്നതും രണ്ടും രണ്ടാണ്. അങ്ങനെ ഇന്ത്യയിൽ കോൺഗ്രസ്സിന് തന്നെയാണ് അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും കൊടുക്കേണ്ടത്. മൻമോഹൻ സിംഗിന് തന്നെയാണ്. 2004, 2009 അല്ലെങ്കിൽ 2005, 2010 കാലഘട്ടത്തിൽ അത് കൊടുക്കണം. അപ്പോൾ അരുണ റോയിയോടൊപ്പം നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിലെ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരട്ടും, പ്രത്യേകിച്ച് സീതാറാം യെച്ചൂരിക്ക് അതിൽ വലിയ പങ്കുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാകില്ല. നമുക്ക് കമ്മികളെയും സംഘികളെ സുഡാപ്പികളെയും കൊങ്ങികളെയും ഒക്കെ വിമർശിക്കാം, അതിലൊന്നും ഒരു തെറ്റില്ല. പക്ഷേ ഫാക്റ്റ് ആയിരിക്കണ്ടേ, ഡേറ്റ ആയിരിക്കണ്ടേ. തൊഴിലുറപ്പ് പദ്ധതിയിൽ അങ്ങ് പറഞ്ഞത് അങ്ങേക്ക് പിടിച്ചുപോയി. ബാക്കി എല്ലാ പൊളിറ്റിക്കൽ വിശകലനവും എല്ലാം കൊള്ളാം. പക്ഷെ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് UPA ഗവൺമെൻറ്റാണ്. അതിന് അമേരിക്കയിൽ 2005 ഇന്ത്യയിൽ കൊണ്ടുവന്നതിന് 1932 അമേരിക്കയിലേക്ക് താങ്കൾ വേര് തേടുന്നതിന് മുമ്പേ ഇന്ത്യയിൽ 100 കണക്കിന് പദ്ധതികൾ, ഇന്ത്യയിലെ പാവപ്പെട്ട ഇന്ത്യ കൊണ്ടുവന്ന 100 കണക്കിന് പദ്ധതികളുണ്ട്. അത് 1947 തുടങ്ങിയ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം മുതൽ 2005 വരെ വന്ന വലിയ പദ്ധതികളുടെ ഒരു കൾമിനേഷനാണ്. അല്ലെങ്കിൽ അതിലുണ്ടായ കുഴപ്പങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതി വന്നത്. പിന്നെ താങ്കൾ പറഞ്ഞു തൊഴിലറപ്പ് പദ്ധതിയാണ്, തൊഴിൽ ഉഴപ്പ് പദ്ധതിയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനൊന്നുമല്ല. കോടിക്കണക്കിന് രൂപയുടെ ആസ്തി രാജ്യത്തുണ്ടാക്കിയിട്ടുണ്ട് തൊഴിലുറപ്പുകാർ. കോടാനുകോടി രൂപയുടെ ആസ്തി രാജ്യത്തുണ്ടാക്കിയിട്ടുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. തെറ്റും കുറവുകളും കുഴപ്പങ്ങളും പദ്ധതികളെ വികലമായി നടപ്പിലാക്കുന്നതും എല്ലാ പദ്ധതികളിലും വരുമല്ലോ. അത് തൊഴിലുറപ്പിനെയും ബാധിച്ചിട്ടുണ്ട്. മനുഷ്യരല്ലേ എല്ലാം ചെയ്യുന്നത്. വക്കീലന്മാരുടെ ഇടയിലും ഇതുപോലത്തെ കുഴപ്പമൊക്കെ ഇല്ലേ? എല്ലായിടത്തും ഉണ്ട് വക്കീലെ. അതുകൊണ്ട് ശങ്കരൻ വക്കീല് ചില കാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷിച്ച് പറയണം. കാരണം ചിലത് ഡേറ്റ വേറെയാണ് വക്കീലെ, അത് നമ്മളെ തിരിഞ്ഞു കുത്തും. കാരണം AI പുതിയ കാലത്ത് ഡേറ്റകൾ ഇങ്ങനെ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ChatGPTയും ഗൂഗിളും ഇൻസ്റ്റഗ്രാമും ഒക്കെ നമ്മളോട് ഡേറ്റ ഇങ്ങനെ വിരൽത്തുമ്പിൽ തന്നുകൊണ്ടിരിക്കുമ്പോൾ ശങ്കരൻ വക്കീൽ കമ്പ്യൂട്ടറിലൊന്ന് വാട്സപ്പിലോ, അല്ലെങ്കിൽ വാട്സപ്പിലല്ല, ഈ നമ്മുടെ ChatGPTയിലോ ഗൂഗിളിലോ അടിച്ചു നോക്കണമായിരുന്നു. എന്നിട്ട് ഈ ഡേറ്റ വയ്ക്കണമായിരുന്നു. ഒരു കാരണവശാലും തൊഴിലുറപ്പ് നിയമത്തിന് സമാനമായി ഒരു നിയമം ലോകത്തിരുപത് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുമായിരിക്കും. അതൊരു അവകാശമായി കൊടുത്തിരിക്കുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അവകാശപ്പെട്ടിരിക്കുന്നത് UPA ഗവൺമെൻറ്റിനാണ്. എന്നാൽ UPA ഗവൺമെൻറ്റിനെ അത് ചെയ്യിക്കുന്നതിൽ, അത്തരം കാര്യങ്ങളിൽ സഹായിക്കുന്നതിൽ, അല്ലെങ്കിൽ ആശയത്തെ പിന്താങ്ങുന്നതിൽ അതിശക്തമായി 60ഓളം വരുന്ന ഇടതുപക്ഷ MLAമാരുമുണ്ട്. അതിൽ പ്രധാനമായി സീതാറാം യെച്ചൂരിയും ഉണ്ട് എന്നുള്ളത് ചരിത്രത്തിൻ്റെ വലിയൊരു യാഥാർത്ഥ്യമാണ്.